സെപ്റ്റംബർ 15 വ്യാകുലമാതാവ്. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ പിറ്റേ ദിവസം ദൈവമാതാവിൻ്റെ 7 വ്യാകുലതകളുടെ തിരുനാൾ കൊണ്ടാടുന്നു. 1814 വിപ്രവാസത്തിൽ നിന്ന് സ്വതന്ത്രനായപ്പോൾ 7-ാം പിയൂസ് മാർപ്പാപ്പ സ്ഥാപിച്ചതാണ് ഈ തിരുനാൾ. അതിനു മുമ്പ് മേരീദാസന്മാരുടെ സഭയ്ക്ക് ഈ തിരുനാൾ കൊണ്ടാടാൻ അനുമതി നൽകിയിരുന്നു. ദൈവമാതാവിൻ്റെ ശുദ്ധീകരണ ദിവസം ഉണ്ണീശോയെ ശമയോൻ്റെ കരങ്ങളിൽ കാഴ്ചവെച്ചപ്പോൾ അദ്ദേഹം കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഈ ശിശു അനേകരുടെ ഉന്നമനത്തിനും അനേകരുടെ അധപതനത്തിനുമായി നിയുക്തനായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറിയത്തോട് പറഞ്ഞു, ഒരു വാൾ നിന്റെ ഹൃദയത്തെ ഭേദിക്കും. ഈ പ്രവചനമാണ് 1-ാമത്തെ വ്യാകുലതയായി എണ്ണിയിരിക്കുന്നത്. ഹെറോദസിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്കുള്ള പലായനം 2-ാമത്തെ വ്യാകുലതയും, 12 വയസ്സുള്ളപ്പോൾ ഈശോ ദൈവാലയത്തിൽ കാണാതായത് 3-ാമത്തെ വ്യാകുലതയുമായി. ഈശോ കുരിശ് വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോകുന്ന കാഴ്ച മറിയത്തിൻ്റെ 4-ാമത്തെ വ്യാകുലതയും, ഗാഗുൽത്തായിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നത് 5-ാമത്തെ വ്യാകുലതയും, ഈശോയുടെ മൃതശരീരം മടിയിൽ കിടത്തിയത് 6-ാമത്തെ വ്യാകുലതയും, നമ്മുടെ കർത്താവിൻ്റെ സംസ്കാരം 7-ാമത്തെ വ്യാകുലതയുമായി. ഇങ്ങനെ പ്രധാനപ്പെട്ട 7 വ്യാകുലതകൾ ദൈവമാതൃഭക്തർ കൈവിരലെണ്ണി ധ്യാനിക്കുന്നുവെങ്കിലും ബെത്ലഹേമിലെ കാലിത്തൊഴുത്തും നസ്സറത്തും പരസ്യജീവിത രംഗങ്ങളും എന്തുമാത്രം വ്യാകുലതകൾക്ക് കാരണമായിട്ടുണ്ടെന്ന് ആർക്ക് വർണ്ണിക്കുവാൻ കഴിയും? അതിനാൽ രക്തസാക്ഷികളുടെ രാജ്ഞി എന്ന് സന്യായം മറിയത്തെ സംബോധന ചെയ്യുന്നു. വചനം 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. വിചിന്തനം: ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനു വേണ്ടി അന്നയുടെയും യോവാക്കീമിൻ്റെയും വാർദ്ധക്യത്തിൽ ജനിച്ച മകൾ ദേവാലയത്തിലേക്ക് മാറ്റപ്പെട്ടു. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ആ കന്യകമാരുടെ കൂടെയുണ്ടായിരുന്ന പരിശുദ്ധ കന്യകാമറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഒറ്റ വാക്കിനാൽ സ്വർഗത്തെ തൻ്റെ ഉദരത്തിലടച്ചു. അവളുടെ വിശ്വസ്തതയ്ക്ക് ദൈവം നൽകിയ പ്രതിഫലമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. ദൈവത്തിൻ്റെ പ്രവചനങ്ങളെയും വാഗ്ദാനങ്ങളെയും വിശ്വസിച്ച മറിയം ദൈവമേൽപ്പിച്ച പൈതലിനെ ഏറ്റവും വിശ്വസ്തതാപൂർവം തന്നെ വളർത്തി. ബാല്യത്തിൽ മാതാപിതാക്കളെ കൂടാതെ വളർന്ന ആ മേരി കാൽവരിയിൽ മകൻ്റെ ബലിയർപ്പണത്തിലൂടെ വീണ്ടും ഏകയായി മാറുകയാണ്. ആ നാളുവരേക്കും മറിയത്തിൻ്റെ ഹൃദയത്തിലേറ്റ മുറിവുകളുടെ എണ്ണം നാം ധ്യാനിക്കാം. ക്രിസ്തുനാഥൻ്റെ അമ്മയെ ഇത്രയേറെ വേദനയോടെ കാണുകിൽ ആരാണ് വിങ്ങി വിങ്ങി കരയാതിരിക്കുക?